സ്വകാര്യ ബസ്സുകൾ വീണ്ടും മത്സര ഓട്ടം തുടങ്ങിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പരസ്പരം ഉരസിയതോടെ പോലീസ് ഇവ കസ്റ്റഡിയിലെടുത്തു. കോവിഡ് കാല നിയന്ത്രണത്തിനിടയിൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചതോടെ മത്സര ഓട്ടവും തുടങ്ങി. കണ്ണൂരിൽ നിന്ന് വരികയായിരുന്ന 2 ബസ്സുകൾ മത്സര ഓട്ടം നടത്തിയത് യാത്രക്കാരുടെ ജീവനും കൊണ്ടാണ്. വടകര ബസ് സ്റ്റാൻഡിൽ പരസ്പരം ഉരസിയ ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര എത്തും വരെ ഇവർ മത്സരിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. തലശ്ശേരി മുതൽ മത്സരം ഓട്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കൈനാട്ടിൽ നിന്ന് മറ്റേ ബസ് മുന്നിൽ കയറിയപ്പോൾ അത് നമ്മൾ കണ്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് മറ്റേ ബസ് മുന്നിലെത്തി. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടും എടുത്ത് 2 പ്രാവശ്യം ബാക്കെടുത്ത് മുന്നെടുത്ത് അങ്ങനെ മറ്റേ അയ്യപ്പൻ എന്ന് പറയുന്ന ബസ്സിലെ ആൾ കൊണ്ട് മറ്റേ ബസ്സിന്റെ മുന്നിലേക്ക് ഇടിക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ഇടിച്ചത് തന്നെയാണ്. യാത്രക്കാർ മുന്നിലുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു മുന്നിൽ. വളരെ മോശം സ്ഥിതിയിലാണ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളവിടെ തന്നെ മോശമായിട്ടത്. ഇപ്പൊ തന്നെ അടുത്ത ബസ് കയറുമ്പോൾ നമുക്ക് കയറാൻ പറ്റുന്നില്ല, സീറ്റില്ല. കോഴിക്കോട് വരെ എത്തേണ്ട ആൾക്കാർക്ക് എങ്ങനെ പോകും? അത്രയും വളരെ മോശം സ്ഥിതിയിലാണ് ഇവരെ മത്സരമായിട്ട്. ഇത് അറിഞ്ഞുകൊണ്ട് ഇവർ ചെയ്തതാണ്. ഇവിടുന്ന് ബാക്കോട്ടെടുത്ത് ഇവിടുന്ന് പോലീസുകാർ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. മുന്നോട്ടെടുത്ത് ബാക്കോട്ടെടുത്ത് അവസാനം മറ്റേ ബസ്സിനെ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ഇടിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് വരെ യാത്ര ചെയ്യേണ്ട നിരവധി പേർ ബസ്സുകളിൽ ഉണ്ടായിരുന്നു. ഇവർ ദീർഘനേരം മറ്റു വാഹനം കിട്ടാതെ വടകര സ്റ്റാൻഡിൽ കുടുങ്ങി. പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു.